വെച്ചാൽ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സ്ഥലവും വണ്ടിയും ചെടിയൊക്കെ ഒന്ന് കാണിക്കാണ്ട് വന്നതാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഫസ്റ്റിന് ഇത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഈ ചെടികളൊക്കെ കാണിച്ചു തുടങ്ങാം. തുളസി എന്നിട്ട് ഇത്ര നീളം തുളസീൻ്റെ അടിയിൽ ഈ ഒരു തരത്തിലുള്ളൊരു പുല്ല് പോലെയുള്ളൊരു സാധനം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ലില്ലി വെച്ചിട്ടുണ്ട്. അവിടെ ലില്ലി ഇപ്പോൾ പൂവൊന്നും ഇല്ല ശരിക്കും. പിന്നെ അതാണ് അതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ എന്താ മുല്ലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു പൂവാണ്. ഇപ്പോൾ എൻ്റെ പേരെന്നൊക്കെ അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു തുളസിയാണ്. വേറെ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ആ സൈഡിലുണ്ട് കുറച്ച് ചെടികൾ, അത് കാണാം. അപ്പോൾ ഈ സൈഡിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു തുളസി ഉണ്ട്. ഈ തുളസിന്ന് വെച്ചല്ല, പണ്ട് വെച്ചപ്പോൾ അതിൻ്റെ വിത്ത് കൊണ്ടിട്ട് വന്നതാണ്. അതിൻ്റെ താഴെ കുറേ ചെടിയുണ്ട് കേട്ടോ. വീണ്ടും ഒരു തുളസി, വീണ്ടും ഒരു തുളസിൻ്റെ പിന്നെ അപ്പുറത്തുള്ള ചെടി, പിന്നെ അപ്പുറത്തുള്ള ചെടീൻ്റെ കുറേ എണ്ണം വീണ്ടും ഒരു തുളസി. ഇതെന്താ വെച്ചാൽ ഇത് പിന്നെ പരിചയപ്പെടുത്താം. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തും ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തിട്ടിലെല്ലാത്തിലും നമ്മുടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ നമ്മളൊരു സംഭവം ഉണ്ട്. ഇത് ഇന്നലെ വെച്ചതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മഞ്ഞപ്പൂവാണ്. ഇതും ഇന്നലെ വെച്ച ചെടിയാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോകാം ഗൈസ്. അപ്പം നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഉള്ളിൽ ഒരു തിട്ടാണ് കേട്ടോ ഗൈസ്. ഈ തിട്ടിൽ നമ്മൾ ആ ചെടിച്ചട്ടിയാണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഓരോ ചെടിയായി പരിചയപ്പെടുത്താം. ഫസ്റ്റ് വന്നൊരു തുളസി, അതിൻ്റെ അപ്പുറത്ത് ഈ ചെടിയും ലക്കി ബാമും കൂടി ഉള്ളൊരു സംഭവം. പിന്നെ അതുകൂടാണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഗൈസ്. ചെറുതായി ഉണങ്ങിയിട്ടില്ല. പിന്നെ ഒരു വെളി കണ്ടതാണ്, വെയിലടിച്ചപ്പോൾ ഒന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടി തുളസി വന്നിട്ടുണ്ട്. പിന്നെ ഒരു മുള്ളുള്ള ചെടിയുണ്ട് കേട്ടോ. ചെടിയില്ല, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ താഴെ പയറുണ്ട്. പയർ പൂത്തിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് ഉണ്ടാക്കാറുണ്ട് ഗൈസ് പയർ പൂത്ത്. പിന്നെ അവിടെ ലക്കി ബാമ്പു. ഇത് വേറെ തരം പുല്ലാണ്. കറ്റാർ വാഴ, എല്ലാവർക്കും അറിയില്ല കറ്റാർ വാഴ. നമ്മൾ ഇതിൻ്റെ വലുത് കാണിച്ചു തരാം. ഇതൊരു വെള്ള പൂവുള്ളതാണ്. ഇതുണ്ടോ, നല്ല പൂവുള്ളതാണ് ഗൈസ്. പിന്നെ ലക്കി ബാമ്പു തന്നെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ നമ്മൾ അവിടെ കണ്ട അത് പൂത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ. പിന്നെ റോസ് അടിയിലടിയിൽ ലക്കി ബാം ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് ലക്കി ബാം, വേറെ റോസ് മുള്ളൂത്തി ഗൈസ്. ഓക്കെ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഇതാണ് മറ്റേ പൂവിൻ്റെ ഉണങ്ങിയതാണ്. അപ്പം നമ്മൾ പൂത്തത് ഗൈസ് നമ്മൾ അവിടെ കണ്ടില്ലേ, ആ ചെടിയാണ് ഇത് കേട്ടോ. ഈ ചെടി ഇതാണ്, ഈ ചെടിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂ കാണാൻ. പിന്നെ ഇവിടെ തന്നെ ഒരു കൊയ്യാക്കുണ്ട്. ചെമ്പകമാണ് കേട്ടോ നമ്മുടെ ഇത്. ചെമ്പകത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊയ്യാക്ക. പിന്നെ അവിടെ ഒരു വലിയ കൊയ്യാക്ക നിൽക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഒരിക്കൽ കായ് കിട്ടിയിട്ടോ, പിന്നെ കിട്ടിയിട്ടില്ല ഗൈസ്. ചെയ്യാം. ഇവിടെ ഒരു തെച്ചി വരുന്നത്, തെച്ചിന്നാണ് തോന്നുന്നു പേര്. പിന്നെ ലക്കി ബാമിൻ്റെ ഒരു ഇതാണ്. അപ്പത്തേക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താണ് ഉള്ളി കണ്ടിട്ടുള്ളത് കാടാണ്. നമ്മൾ തന്നെ പണിഞ്ഞൊരു റെസ്റ്റിംഗ് സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാനും അതിനും കൂടി പണിതാണ്. നല്ല സുഖമാണ്, നല്ല സുഖത്തിലിരിക്കാം. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി കയറൊക്കെ തെറ്റിട്ടുണ്ട്. അപ്പോൾ കയറണമെന്നല്ല സുഖം. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരു ചുവപ്പ് കളറിലുള്ള ചെടിയുണ്ട്. നല്ല ലുക്ക് സാധനമുണ്ട് ചെടി. പിന്നെ കൊമ്പ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്, വരവായിരിക്കും. പിന്നെ ഇവിടെ ഇത് അങ്ങനെ വന്നിട്ട് വെച്ചതല്ല കേട്ടോ ഗൈസ്.
പിന്നെ ഇവിടെ ഒരു ലക്കി ബാം പോലത്തെ വേറൊരു ചെടിയുണ്ട്. പിന്നെ അപ്പുറത്ത് വാഴയാണ്. പിന്നെ അപ്പുറത്തൊന്നുമില്ല. ഇതൊക്കെ കൊതുവാണ് ഗൈസ്. ഇവിടെ മറ്റേ പൂവ് കാണിക്കാം ഗേറ്റിൻ്റെ ഇടയിൽ കാണുന്നത്, ക്യാമറയിൽ കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു റംബൂട്ടാനുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് പിടിച്ച സീനായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അപ്പുറത്ത് പോവാം. ആ സൈഡിലോട്ട് പോകാൻ വെച്ച് നമുക്ക് ആരോടെ. അപ്പോൾ ഇതൊരു വാഴ ചെടിയാണ് കേട്ടോ. സീനാണ്, പൂത്തിട്ടില്ല. ഇന്ന് വെച്ചോളൂ ഗൈസ്. അതാണ് സീൻ കേട്ടോ. ഇന്ന് വെച്ച ചെടിയിൽ ഇതിലൊരു ചുമപ്പ് പൂവാണ് കേട്ടുള്ളത് ഗൈസ്. നമ്മുടെ മീനാണ് കേട്ടോ നമ്മൾ. പിന്നെ ഈ മീൻ എന്തൊക്കെയാണ് ഫീഡ് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് മീനിൻ്റെ ഫീഡ്. കുറച്ച് പിടിച്ച്, കുറച്ചല്ല കുറച്ചധികം പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ വിരാലുകളുണ്ട്. ടാങ്ക് കഴുകുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് പിന്നെ ഇവിടെ ഒരു കറ്റാറ് വാഴ, അതൊരു പൂവാണ് കേട്ടോ. ആ പൂവിൻ്റെ പേരെനിക്കറിയില്ല. മുട്ട ഇട്ടിട്ടുണ്ട്. പൂക്കുമ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലിടാം. എല്ലാവരും ചാനലെടുക്കണം ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു തൂക്കിയിരുന്ന ചെടിയാണ് കേട്ടോ. 2 കളർ പ്രതി സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പച്ചയും വേറെ ഒരു കളറുണ്ട്, വൈകിട്ട് ചാമങ്ങയുണ്ട്. ചാമങ്ങ പൂത്തിട്ടുണ്ട് ഗൈസ്, പൂത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വേറെ നല്ലൊരു മണമുള്ളൊരു പൂവിൻ്റെ ചെടിയിൽ ലില്ലി പോലെയുണ്ട്. പക്ഷെ ലില്ലി അല്ല, അത് പൂത്തിട്ട് കുറേ ആയിട്ടോ. ഒരു കൊയ്യാക്കിയും കൂടി ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ വെളിയിലുള്ള പുല്ല് അത് ഉണ്ട്. പിന്നെ ലക്കി ബാമ്പുകൾ കുറേ എണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു പൂവുള്ളൊരു ചെടിയുണ്ട്. ഈ ചെടീൻ്റെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ. അമ്മ ഈ പൂ വെച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടത് ഒരു സാധനം പോക്കടായി നമ്മൾ ശ്രദ്ധിച്ചില്ല ഗൈസ്. കുറേ ലെമൺ ഉണ്ട് ഇവിടെ. പിന്നെ ഗൈസ് ഈ ചെടി നിങ്ങൾക്ക് അറിയോ? നമ്മ അവിടെ കാണിച്ച ചെടി പൂവുള്ളത് ഞാൻ അപ്പുറത്തുണ്ട്, അത് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ലെമണാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെമൺ ഗൈസ്. നമ്മൾ വെളിയിൽ വെച്ചൊരു ചെറിയൊരു നമ്മൾ വെളിയിൽ വെച്ചൊരു ചുമപ്പ് ചെടിയും ഈ പൂവാണ് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലെമണിൻ്റെ മേലെ ഒരു കിളിക്കൂടുണ്ട്. അത് കാണിക്കാം. ഇതാണ് ഗൈസ് വെളിയിൽ വെച്ചാൽ വേറെ മഞ്ഞപ്പൂ ഉണ്ടാവും പറഞ്ഞത്. അത് ഉണ്ട്. പിന്നെ അതിൻ്റെ അതേ ചെടി ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പൂത്തിട്ടില്ല. ഇതാണ് അത് കേട്ടോ. ഇന്നലെ വെട്ടിയതാണ് കേട്ടോ ഒക്കെ. പിന്നെ ഇതാ ഇത് നല്ല മണമുള്ള പൂവാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ മുല്ലയുണ്ട്. മുല്ല നിറയെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ട് അതേ ചെടി ഇവിടെ 3-4 കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ മറ്റേ ചെടി ഫുള്ള് ഇത് കണ്ടോ, ഫുള്ള ചെടി ഉണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അവിടെ ലക്കി ബാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ വെള്ളപ്പൂ കാണിച്ചത് ഇതാണ് വെള്ളപ്പൂ കണ്ടോ ഗായ്സ്. ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ വെള്ളപ്പൂ. ഇപ്പുറത്തുള്ളത് കാണിച്ചു. നമ്മുടെ വീട്ടിലൊക്കെ 3 കളിക്കുന്നുണ്ട്. 3 ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇടാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അത് കാണിക്കാൻ വിട്ടിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞാൽ വെച്ചതാണ്. അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പോൾ നമുക്ക് 4 ചെടി കിട്ടിയായിരുന്നു. നമ്മൾ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചട്ടിക്ക് ഇത് മാത്രം വേറെ കളറാണ്. ഇത് പുതിയതാണ്. ഇതിൻ്റെ കളർ സീന് കളർ ഉള്ള ഷെയ്ഡിൽ. പിന്നെ അതുപോലെ ഇവിടെ ചീര ഉണ്ട് ചീര നമ്മൾ കറിവേപ്പ് എടുത്തു കാണിക്കാൻ പറ്റില്ല.
ഞങ്ങൾ വെച്ചതാണ് കേട്ടോ ചീര സീന് വൈബൈ അല്ലേ ചീര. അപ്പോൾ